16 ശ്ലോകം 7 വായിച്ച് അർത്ഥം പറയുന്നതാണ്. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസിക പരിമളൈ കില മോഹമാപുഹു ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം എന്നാണ്. ഇതിൽ അപ്പോൾ ആ കഴിഞ്ഞ ശ്ലോകത്തിൽ തപസ്സിളക്കാൻ ദേവസ്ത്രീകളുമായി വന്ന ആ കാമദേവന് തൻ്റെ സുരസുന്ദരിമാരായ തോഴിമാരെ എല്ലാം കാണിച്ചു കൊടുത്തു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ സമ്മോഹിപ്പിക്കാൻ വന്ന മിളിത മദനാദയസ്തേ, ആ വന്ന് മിളിത വന്ന കൂടിച്ചേർന്ന് വന്ന കാമദേവൻ, ആ സന്തോഷിപ്പിക്കാൻ കൂടി വന്ന കാമദേവൻ, ദയസ്തേ നിന്തിരുവടിയെ, കാമദേവൻ മുതലായവർ എന്നാണ്. സമ്മോഹിപ്പിക്കാൻ വേണ്ടി വന്ന ആ കാമദേവൻ മുതലായവർ, ത്വദാസികാ പരിമളൈ കില മോഹമാപുഹു, അങ്ങയുടെ ദാസികാ പരിമളൈ, അങ്ങയുടെ ആ ദാസിമാരുടെ ആ പരിമളൈ വാസന കൊണ്ട് ആ ദാസിമാരെ കണ്ടിട്ട് കില മോഹമാപുഹു, ആ കാമദേവന് മോഹത്തെ പ്രാപിച്ചു എന്നാണ്. കാമദേവനും മനസ്സിലാക്കാൻ കൂടെ വന്നവരും ഈ ഭഗവാന്റെ തോഴിമാരെ സുരസുന്ദരിമാരെ കണ്ടിട്ട് അവർ ആ മോഹവലയത്തിൽ പെട്ടു എന്നാണ്. ദത്താം ത്വയാം ച ജഗൃഹുസ്ത്രപയൈവ സർവ സ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. ദത്താം ത്വയാ, നിന്തിരുവടി, ജഗൃഹു സ്വീകരിച്ചു, ദത്താം കൊടുത്തവളായ, മോഹത്തെ പ്രാപിച്ചു. അപ്പം കൊടുത്തവളായ ത്വയാ നിന്തിരുവടി, ജഗൃഹു സ്തപയൈവ സർവ സ്വർവാസി ഗർവശമനീം, സ്വർഗത്തിൽ വസിക്കുന്ന എല്ലാവരുടെയും ഗർവിനെ ഇല്ലാതാക്കുന്ന, സ്വർവാസി ഗർവശമനീം, സ്വർഗത്തിൽ വസിക്കുന്ന എല്ലാവരുടെയും ഗർവിനെ ഇല്ലാതാക്കുന്ന ആ ഉർവശിയെ താം, ആ ഭഗവാൻ കാമദേവന് കൊടുത്തു. ദത്താം ത്വയാം നിന്തിരുവടി ച ജഗൃഹുസ്ത്രപയൈവ സർവ, ആ ലജ്ജയോടുകൂടി ആ ഉർവശിയെ ആ കാമദേവൻ സ്വീകരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തേ സമ്മോഹനായ ഭഗവാനെ, അങ്ങയെ സമ്മോഹിപ്പിക്കാൻ വന്ന മിളിത മദനാ ദയാച്ച, കൂടിച്ചേർന്ന് വന്ന ആ കാമദേവൻ മുതലായവർ, ത്വദാസിക പരിമളൈ, നിന്തിരുവടിയുടെ ദാസികമാരുടെ ആ ദിവ്യമായ പരിമളം വാസന കൊണ്ട് മോഹമാപൂ, നിന്തിരുവടിയെ മോഹിപ്പിക്കാൻ വന്നവർ സ്വയം മോഹിതനായി തീർന്നു. പുനഃ പിന്നീട് ത്വയാ ദത്വാം, നിന്തിരുവടിയാൽ കൊടുക്കപ്പെട്ട സർവ സ്വർവാസി ഗർവശമനീം, എല്ലാ സ്വർഗത്തിൽ വസിക്കുന്ന എല്ലാവരുടെയും ഗർവ് ഇല്ലാതാക്കുന്നവളായ താം ഉർവശീം, ആ ഉർവശിയെ രൂപയ ഏവ ജഗൃഹു, ഭഗവാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ ലജ്ജയോടുകൂടി ആ കാമദേവൻ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപുഹു ദത്താം ത്വയാം ച ജഗൃഹുസ്ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം.